നമ്മുടെ ഡിഷ് വാഷർ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്മെല്ലൊന്നും ചിലപ്പോൾ എത്ര ഇതാവില്ല, പിന്നെ പാത്രങ്ങളുടെ ക്ലീനിങ്ങും ഇതാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഡിഷ് വാഷർ ക്ലീനിങ് ലിക്വിഡ് കിട്ടി. ഇതുപോലെ നമ്മൾ ലിഡിലിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചേ. ഇതുപോലത്തെ 2 എണ്ണത്തിന്റെ ഒരു പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അത് പിന്നെ നമ്മളെല്ലാ ഡിഷ് വാഷർ മൊത്തം എംപ്റ്റി ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഇത് താഴെ ഒരു ഫിൽറ്റർ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് കേട്ടോ, ഈ സ്ഥലം നമ്മൾ പോയിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോഴത്തെ ഉള്ളതിലാണ് നമ്മൾ ഇതിൻ്റെ സോൾട്ട് ഉണ്ട്, ഉപ്പിടേണ്ടത്. അത് വേറെ ദിവസം കാണിക്കാതെ നമ്മൾ ഇടയ്ക്ക് ഉപ്പ് തീർന്നൊന്നും ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ ഈ ഫിൽറ്റർ കണ്ടതുപോലെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും, നമ്മൾ പാത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ഫുഡ് വേസ്റ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാവേ. ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഊരിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ ഡിഷ് വാഷർ ലിക്വിഡ്, വാഷ് ചെയ്യാനുള്ള ലിക്വിഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപോലെ സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ മാത്രം കളഞ്ഞാൽ മതിയേ, ഇതിൻ്റെ അടപ്പ് ഊരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പെട്ടെന്ന് ഡിസോൾവ് ആയി പോകുന്ന പാർട്ടുണ്ട്. അതിൽ നിന്ന് ഇത് വെള്ളം അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ ഡിഷ് വാഷിൻ്റെ താഴെയുള്ള ആ ഒരു പാർട്ടിൽ എവിടെയെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ താഴെ നിന്ന് അങ്ങ് ഡിസോൾവ് ആയിട്ട് ഈ ലിക്വിഡ് മൊത്തം വീണ് നമ്മൾ ഡിഷ് വാഷർ വാഷ് ചെയ്ത് ആയിക്കോളും. 65 ഡിഗ്രി സെൽഷ്യസിലാട്ടോ ഇവർ ഓൺ ചെയ്ത് തരാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ 65 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour വാഷാണ്. അപ്പോൾ ഞാൻ ആ സെറ്റിങ്സിലേക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലെ ലിക്വിഡ് മൊത്തം പോയിട്ട് എംപ്റ്റി ആയിട്ട് ആ ബോട്ടിൽ മാത്രം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കളഞ്ഞാൽ മതി കേട്ടോ. ഡിഷ് വാഷർ നല്ല ക്ലീൻ ആയിട്ടിരുന്നോളൂ. ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ഇടയ്ക്ക് നോക്കണേ.